ഡു യു നോ സ്കെച്ചേഴ്സ് ഇല്ലീഗലായിട്ടാണ് ഒരു $1 ബില്യൺ കമ്പനി ആയിട്ട് മാറിയത്. 90s നൈക്കിയൊക്കെ മാർക്കറ്റ് ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് സ്കെച്ചേഴ്സും ആക്ച്വലി മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അന്ന് മുതലേ ബാക്കിയുള്ള ബ്രാൻഡ്സിന്റെ ഡിസൈൻ കോപ്പി ചെയ്ത് ട്രെൻഡ്സ് കോപ്പി ചെയ്ത് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസസിൽ ഷൂസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക, ഇതായിരുന്നു ഇവരുടെ പണി. എന്നാൽ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി സ്കെച്ചേഴ്സ് വൺ ഓഫ് ദി മോസ്റ്റ് റിച്ചസ്റ്റ് ആൻഡ് സക്സസ്ഫുൾ ഷൂ കമ്പനിയായിട്ട് മാറിയത്. റണ്ണിംഗ് ഷൂസ്, സ്നീക്കേഴ്സ്, ക്ലോക്സ്, ഈവൻ ബലൻസിയാഗ ലുക്ക് ലൈക്ക് ഷൂസ്, ദേ റിമിക്സ്ഡ് എവറിത്തിങ്. ഇപ്പോൾ നൈക്കിയൊക്കെ ഒരു ഡൗൺഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു ഗ്യാപ്പിലും 2023 മാത്രം അഡിഡാസിനെ വരെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ സ്കെച്ചേഴ്സ് നേടിയത് $7.9 ബില്യൺ ആണ്. ആൻഡ് ഇവർക്കെതിരെ നൈക്കും അഡിഡാസും ക്രോക്സും ഒക്കെ കേസൊക്കെ ആയിട്ട് മുന്നോട്ട് വരും. ആൻഡ് ഇതിന് സ്കെച്ചേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കേൾക്കണോ? ഇവർ ഈ ഒരു തന്ത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ലൂപ്പ് പോലെ. അതായത് കേസിന്റെ പിഴ അടക്കുക, കോപ്പി ബിസിനസ് ചെയ്യുക, കേസിന്റെ പിഴ അടക്കുക, വീണ്ടും കോപ്പി ബിസിനസ് ചെയ്യുക, ഇതന്നെ. അങ്ങനെ ഈ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയ രീതിയിൽ കോപ്പി ബിസിനസ് നടത്തിക്കൊണ്ട് സ്കെച്ചേഴ്സ് ഇന്ന് അമേരിക്കയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ലവ്ഡ് ആയിട്ടുള്ള കിങ് ബ്രാൻഡായി മാറിയിരിക്കുകയാണ്.